MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കുന്നുകര MES TO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജസ്റ്റിസ് CK അബ്ദുൾ റഹീം നിർവഹിച്ചു. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ച് 1964 മുതൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി അഥവാ MES. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 80ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് MESന് സ്വന്തമായിട്ടുള്ളത്. വിദ്യാഭ്യാസ കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ ഓരോ വർഷവും MES അനുമോദിക്കാറുണ്ട്. മുൻ വർഷങ്ങളിലെന്ന പോലെ ഈ വർഷവും MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, +2, യൂണിവേഴ്സിറ്റി, സിവിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കുന്നുകര MES TO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ നടന്ന പരിപാടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനും കേരള ഹൈക്കോടതി ജഡ്ജിയും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായ CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. MESന്റെ ആദർശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ MES സ്ഥാപിതമായ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറുന്ന ഒന്നാണ് വിദ്യാഭ്യാസ പരിപോഷണം എന്നുള്ളത്. 60കളുടെ ആദ്യപാദത്തിൽ ആ ലക്ഷ്യബോധത്തോടു കൂടി രൂപീകൃതമായ MES എന്ന മഹത്തായ സംഘടന ഇന്ന് കേരളമെമ്പാടും ഒട്ടനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകളും അടക്കം സ്ഥാപനങ്ങളുമായി അതിൻ്റെ ലക്ഷ്യബോധത്തിലൂടെയുള്ള പ്രയാണം അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ സംജാതമായിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന അവികസിതമായ ജില്ലകളിൽപ്പെടുന്ന കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ പരിപോഷണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ഒക്കെ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മുന്നേറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പിന്നോക്ക ജില്ലകളിലും പിന്നോക്ക സമുദായങ്ങളിലുമൊക്കെ വളരെ ദ്രുതഗതിയിലുള്ള ചലനമാണ് ഈ മേഖലയിലൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ MESന് കഴിഞ്ഞിട്ടുണ്ട്. MES താലൂക്ക് പ്രസിഡന്റ് TB സുലൈമാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SSLC, +2, അതുപോലെ തന്നെ ഉന്നത മേഖലകളിൽ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രശസ്ത വിജയം നേടിയിട്ടുള്ള ഏതാണ്ട് 300ഓളം വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ സദസ്സിൽ ആദരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വിദ്യാർത്ഥികളോട് പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ആദരം, ഒരു പുരസ്കാരം, ചെറിയൊരു മെമൻറ്റോ ആണ്. ആ മെമൻറ്റോയുടെ വില നിങ്ങൾ ഒരു കാരണവശാലും കണക്കാക്കരുത്. അതിനെന്ത് വിലയുണ്ട്, അത് ചെറിയ സാധനമാണോ വലിയ സാധനമാണോ എന്നുള്ളത് കണക്കാക്കാതെ അതിൻ്റെ മഹത്വം, കാരണം നിങ്ങൾ പ്രശസ്ത വിജയം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദരം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രശസ്തി മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്രസ്സ് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മെമൻറ്റോയാണ് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ ആദരിക്കുന്ന സമയത്ത് തരുന്നു. ജില്ലാ പ്രസിഡന്റ് KM ലിയാഖത്ത് അലിഖാൻ ആമുഖ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പവർഫുൾ വെപ്പണാണ്. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് വിദ്യാഭ്യാസം. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുത്ത് പഠിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് പഠിക്കണമെന്നുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അത് ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കഴിവ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നമ്മളെടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ ആത്മാർത്ഥതയോടു കൂടിയും കൂടുതൽ അതൊരു ആ സബ്ജക്റ്റിനെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ നമുക്ക് കഴിയും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ A വിജു വിദ്യാർത്ഥികളുമായി പുത്തൻ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റിയും അതിന്റെ സാധ്യതകളെപ്പറ്റി മുഖാമുഖ സംഭാഷണം നടത്തി. MES ജില്ലാ സെക്രട്ടറി MI അബ്ദുൾ ഷരീഫ്, ജില്ലാ ട്രഷറർ VA പരീദ്,
കോളേജ് സെക്രട്ടറി ഷിബു അലിയാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജബ്ബാർ ജലാൽ, MES യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി BH മുഹമ്മദ് നിസാർ എന്നിവർ ആശംസകൾ നേർന്നു. UPSC സിവിൽ പരീക്ഷയിൽ 525 റാങ്ക് കരസ്ഥമാക്കിയ നിനിയ തോമസ് വിദ്യാർത്ഥികളുമായി തന്റെ സിവിൽ സർവീസ് പരീക്ഷാനുഭവങ്ങൾ പങ്കുവച്ചു. MES സംസ്ഥാന സമിതി അംഗം സിദ്ദിഖുട്ടി മാസ്റ്റർ, മുൻ താലൂക്ക് പ്രസിഡന്റ് VKM ബഷീർ, കോളേജ് ചെയർമാൻ I ഹൈദ്രോസ്, മുൻ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് PA ഇസ്മായിൽ ഖാൻ, താലൂക്ക് ട്രഷറർ CM ഹനീഫ, മുൻ താലൂക്ക് ട്രഷറർ NB നാസർ, കുന്നുകര യൂണിറ്റ് സെക്രട്ടറി MV നാസർ, UC കോളേജ് യൂണിറ്റ് സെക്രട്ടറി CI അബ്ദുൽ ജബ്ബാർ, താലൂക്ക് കമ്മിറ്റി അംഗം KM അസ്ലാം എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. MES താലൂക്ക് സെക്രട്ടറി CA സലാം സ്വാഗതവും താലൂക്ക് ജോയിന്റ് സെക്രട്ടറി MM അസ്ലാം ഇമ്പിച്ച് നന്ദിയും പറഞ്ഞു.